ഫ്രീ ട്രേഡ് എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്നുള്ള 98% വസ്തുക്കൾക്കും അതേ വിലയ്ക്ക് ഒരു ടാക്സും ഇല്ലാതെ അവിടെ എത്തും. പക്ഷേ ട്രാൻസ്പോർട്ടേഷൻ്റെ കപ്പലിലാണെങ്കിൽ അത് വിമാനമാണെങ്കിൽ അതിൻ്റെ ഒരു സർചാർജ് മാത്രം അവിടെയുള്ള മലയാളികൾക്ക് വരും. അവിടെ അദ്ദേഹം മലയാളികൾ കൂടുതൽ ഉൾപ്പെടുന്ന ഇന്ത്യൻ സമൂഹത്തോട് ആദ്യം ചോദിച്ച ചോദ്യം തന്നെ വളരെ കയ്യടികൾ എന്ന് പറഞ്ഞാൽ ഘോഷമായിരുന്നു. അതിന് സ്റ്റാൻഡിങ് ഒവേഷൻ എന്നൊക്കെ പറയുന്ന പോലെ കരഘോഷം. എന്താ സുഖമാണോ എന്ന് സുഖമായ മലയാളത്തിലാണ് അദ്ദേഹം ചോദിക്കുന്നത്. കയ്യടി കുറേ നേരം നീണ്ടു നിന്നതുകൊണ്ട് മോദിക്ക് കുറേ നേരത്തേക്ക് പ്രസംഗിക്കാൻ പോലും പറ്റിയില്ല. ആളുകളെ അങ്ങ് കയ്യിലെടുക്കുക, അതാണ് കയ്യിലെടുക്കുക എന്നുള്ള അദ്ദേഹത്തിൻ്റെ എവിടെ പോയാലും ഒരു മാജിക്കാണ്. തീർച്ചയായിട്ടും അതൊരു വലിയ ഡിപ്ലോമസി തന്നെയാണ്. ഇവിടെ അദ്ദേഹത്തിന് കിട്ടിയ പുരസ്കാരമാണ് ഓർഡർ ഓഫ് ഒമാൻ. ഈ സമ്മാനത്തിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എലിസബത്ത് രാജ്ഞി നേരത്തെ കിട്ടിയിട്ടുള്ളവർ, എലിസബത്ത് രാജ്ഞി, ജപ്പാൻ ചക്രവർത്തിയായിരുന്ന അക്കിഹിതോ ചക്രവർത്തി, അതുപോലെ തന്നെ നെൽസൺ മണ്ടേല തുടങ്ങിയവർക്ക് കിട്ടിയിട്ടുള്ള അതേ സമ്മാനം തന്നെയാണ് ഇത് കിട്ടിയത്. അതായത് ലോകത്തിൽ തന്നെ അപൂർവം ആളുകൾക്ക് ലഭിക്കുന്ന സമ്മാനങ്ങൾ വാങ്ങിച്ചുകൊണ്ടാണ് ഇന്ത്യയിലേക്ക് എത്തിയിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.